ഭാരമെന്നിൽ നിന്നു നീക്കി നീ എന്നെ ദൈവകോപത്തിൽ വീഴാതെ ശാപം തീർത്തു നീ. പാപഭാരമെന്നിൽ നിന്നു നീക്കി നീ എന്നെ ദൈവകോപത്തിൽ വീഴാതെ ശാപം തീർത്തു നീ. 6 ലക്ഷം യോദ്ധാക്കളായി എണ്ണിയവരിൽ അന്ത്യം 2 പേരായി തീർന്നതോർത്തു ഭീതിയുണ്ടെന്നിൽ. 6 ലക്ഷം യോദ്ധാക്കളായി എണ്ണിയവരിൽ അന്ത്യം 2 പേരായി തീർന്നതോർത്തു ഭീതിയുണ്ടെന്നിൽ. യേശുവേ നിൻ സ്നേഹമെന്നെ കാത്തു സൂക്ഷിച്ചു, നിൻ കൃപയിൽ ഇന്നയോളം നിന്നു ഒരുവാൻ. യേശുവേ നിൻ സ്നേഹമെന്നെ കാത്തു സൂക്ഷിച്ചു, നിൻ കൃപയിൽ ഇന്നയോളം നിന്നു ഒരുവാൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം. സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന പ്രത്യേക കുടുംബം, ദൈവമക്കൾ എല്ലാവരും ക്രിസ്തീയ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യയിൽ ദൈവജനവുമായി എഴുന്നേറ്റ് നിൽപ്പാൻ ആയുസ്സും ആരോഗ്യം തന്ന ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ശമൂവേലിന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ശൗൽ 1000-ത്തെ കൊന്നു, ദാവീദോ 10,000-ത്തെ. നമ്മൾ വായിച്ച വാക്യം ഇസ്രായേലിയ സ്ത്രീകൾ ഒരു വലിയ പോരാട്ടത്തിന് ശേഷം ഇസ്രായേലിയ പാളയത്തിൽ പാടിയ പാട്ടാണ്. ആ പാട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുത്തനെ താഴ്ത്തിയും മറ്റൊരുവനെ ഉയർത്തിയാ പാടിയത്. ഇസ്രായേലിയ പാളയത്തിൽ ഒരു കാരണവശാലും വെറുതെ പാട്ട് വരുത്തില്ല. ഇസ്രായേലിയ പാളയത്തിൽ ഒരു കാരണവുമില്ലാതെ തപ്പെടുക്കത്തില്ല. പാളയത്തിൽ പാട്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തോ ഒരു കാരണമുണ്ട്. പാളയം സംഘർഷത്തിലായിരിക്കുമ്പോൾ പാട്ട് ആർക്കും വരുത്തില്ല. യുദ്ധം നടക്കുമ്പോൾ പാട്ട് ആർക്കും വരുത്തില്ല. ഒന്നിനെ ഒന്ന് വെട്ടാൻ വാളെടുക്കുമ്പോൾ പാട്ട് വരുത്തില്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേലിയ പാളയത്തിൽ പാട്ട് മുഴങ്ങിയതിന്റെ കാരണം പിൻപിലെന്തോ ഉണ്ട്. ഈ പാട്ട് പാടുന്നതിന്റെ പിന്നിലെ കാരണം ഫെലിസ്ത്യനും ഇസ്രായേലിയരും തമ്മിലുള്ള യുദ്ധം. പാളയത്തിൽ ഫെലിസ്ത്യരും ഇസ്രായേലിയരും യുദ്ധം ആരംഭിക്കുന്നു. ഫെലിസ്ത്യർ ഇപ്പുറത്തെ മലഞ്ചെരുവിലും ഇസ്രായേലിയർ അപ്പുറത്തെ മലഞ്ചെരുവിലും നിന്നുകൊണ്ട് പോരാട്ടം ആരംഭിക്കും. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പുറത്തെ മലഞ്ചെരുവിൽ നിൽക്കുന്ന പൈശാചിക ശക്തി അപ്പുറത്തെ മലഞ്ചെരുവിൽ നിന്ന് ആത്മാവിൽ വെട്ടുന്നത് തന്നെയാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ഫെലിസ്ത്യ ശക്തിയെ അപ്പുറത്തെ മലഞ്ചെരുവിൽ നിന്ന് ഇസ്രായേലിയർ വെട്ടാൻ തുടങ്ങുന്നു. സംസാരം ആരംഭിച്ചിട്ടുണ്ട്, വാഗ്വാദങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ വാളെടുത്ത് വെട്ടി തുടങ്ങിയിട്ടില്ല. ആരെങ്കിലും തീപ്പൊരി പോലെ ഒന്ന് അനക്കി വെച്ചാൽ പോരാട്ടം ആരംഭിക്കും. ആ നിലയിൽ നിൽക്കുക. ഓർക്കണം, പ്രാർത്ഥന എന്ന് പറയുന്നത്
ഇപ്പുറത്തെ മലഞ്ചെരുവിൽ നിൽക്കുന്ന പൈശാചിക ശക്തിയെ അപ്പുറത്തെ മലഞ്ചെരുവിൽ നിന്നുകൊണ്ട് ആത്മാവിൽ വെട്ടുന്നതാണ്. വാക്തങ്ങൾ ഉയർന്നു വരുന്നതേ ഉള്ളൂ, വാളെടുത്ത് തുടങ്ങിയില്ല. ഇങ്ങനെ രണ്ടു കൂട്ടരും രണ്ട് മലഞ്ചെരുവിൽ നിന്ന് വാദിക്കുമ്പോ ഫിലിസ്ത്യ പാളയത്തിനകത്തു നിന്ന് ഗർഭ്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ വെളിയിലേക്ക് പോയി. രണ്ടു കൂട്ടരും വാഗ്വാദങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. അതിനിടയിൽ ഒരു മല്ലൻ ഫിലിസ്ത്യ പാളയത്തിനകത്തു നിന്ന് നടുക്കോട്ട് വന്ന് നിന്നിട്ട് ഇസ്രായേലിയരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നത്? ഞാൻ ഫിലിസ്ത്യനാണ്, നിങ്ങൾ ശൗലിന്റെ ചേവകരാണ്. നിങ്ങളിങ്ങനെ അണിനിരന്ന് നിൽക്കുന്നത് എന്തിനാ? നിങ്ങളിങ്ങനെ ഐക്യത്തിൽ നിൽക്കുന്നത് എന്തിനാ? നിങ്ങൾ കൈകോർത്തു നിൽക്കുന്നത് എന്തിനാ? ഗോലിയാത്ത് പറയുന്നത്, ഞാനൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കാം. നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ അണിനിരക്കാതെ ഒരുത്തനെ ഇങ്ങോട്ട് വിട. ഒരു കാര്യം വ്യക്തമാണ്, അപ്പുറത്തെ മലഞ്ചെരുവിൽ നിൽക്കുന്ന പൈശാചിക ശക്തിക്ക് ഇപ്പുറത്ത് നിൽക്കുന്നവന്റെ ഐക്യത ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ വന്ന് അണിനിരന്നാല് എന്റെ കാര്യം പോകാം. ഇതിങ്ങനെ കൈകോർത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഉറപ്പ്. കാരണം ഞങ്ങൾക്കിടയിൽ ഉള്ളതിനേക്കാൾ ഐക്യത നിങ്ങൾക്കിടയിൽ ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾക്കിടയിലുള്ളതിനേക്കാൾ പ്രാർത്ഥനാ വലയം നിങ്ങൾക്കിടയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഉള്ളതുപോലെ ഒരു വലയം ഞങ്ങൾക്കിടയിൽ ഇല്ല. അതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാതെ ഓർമ്മോ, ഇപ്പുറത്തെ മലഞ്ചെരുവിൽ നിൽക്കുന്ന പൈശാചിക ശക്തിക്ക് അപ്പുറത്തെ മലഞ്ചെരുവിൽ ആത്മാവിൽ പോരാടുന്നതിന്റെ ഐക്യത ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാതെ ഒരുത്തരെ ഇങ്ങോട്ട് വിട. അവൻ വന്ന് എന്നോട് പോരാടണം. അവൻ വന്ന് എന്നോട് പോരാടി എന്നെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകും. അതല്ല, ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടു തന്നവരെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അടിമകളാകും. ഒന്ന്, നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് എന്ത് ചെയ്യണ്ട, പോരാടണ്ട, ഒരുത്തരെ ഇങ്ങോട്ട് വിട്ടാ. ഇനി നിബന്ധനകളുണ്ട്. ഞാൻ ഈ ഭാഗത്ത് ധ്യാനിച്ചു. നിബന്ധന, അവനെ ഞാൻ പോരാട്ടത്തിൽ ഇങ്ങനെ വെട്ടിയും ഊങ്ങിയും നിൽക്കുമ്പോ ഒരു മനുഷ്യൻ മുന്നോട്ട് വരാൻ പാടില്ല. മനസ്സിലാകുന്നവർക്കായി അവൻ മാത്രമേ എന്നോട് പോരാടാവൂ. അവന് വെട്ടുകൊണ്ടത് കണ്ടിട്ടോ, അവന് മുറിവേറ്റത് കണ്ടിട്ടോ, അവന്റെ ശരീരത്തിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ടിട്ടോ നിങ്ങൾ മുന്നോട്ട് വരരുത്. അതിനർത്ഥം നിന്റെ ഇടയിൽ ഒരു ബലഹീനൻ ഉണ്ടായാൽ നീ പ്രാർത്ഥിക്കും. അപ്പം അവൻ വെട്ടുകൊണ്ട് വീഴാൻ തുടങ്ങിയാലും അവനെ തടുക്കാൻ ഒരുവരും മുന്നോട്ട് വരരുത്. അർത്ഥം, ഒരു രോഗി നിന്റെ ഇടയിൽ ഉണ്ടായാൽ, ഒരു ബലഹീനത്തിന്റെ ഇടയിൽ ഉണ്ടായാൽ, ഒരു അവിശ്വാസത്തിന്റെ ഇടയിൽ ഉണ്ടായാൽ പ്രാർത്ഥിച്ചതിന് പരിഹാരം കാണരുത്. ആദ്യം നോക്കുന്നത് ഐക്യത. ഇതിങ്ങനെ വെല്ലുവിളിക്കുക. ഇതിങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാതെ ഒരാളെ വിട്. അവനെ ഞാൻ വെട്ടി നിരത്തുമ്പോഴും നിങ്ങൾ അനങ്ങരുത്. എന്ന് വെച്ചാൽ അവന് വെട്ടുകൊണ്ട് അവൻ പിണയുമ്പോ നീ നോക്കി നിൽക്കണം, പ്രാർത്ഥിക്കരുത്. അവന്റെ വീഴുന്ന വാളിനെ തടുക്കാൻ ഒരുത്തൻ മുന്നോട്ട് വന്നാൽ പറ്റും, പക്ഷെ നീ മുന്നോട്ട് വരരുത്. ഇത് വാദിച്ചുകൊണ്ട് നിൽക്കുക. എന്തായാലും നിങ്ങൾ എല്ലാവരെയും കൂടെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവരുന്നില്ല.
ഒരുത്തനെ ഇങ്ങോട്ട് വിടുവാണെങ്കിൽ മാത്രം ഇത് വാദിക്കുക. ഒരുത്തനെ ഇങ്ങോട്ട് വിട, അവനെ ഇങ്ങോട്ട് വിട. ഇത് 40 ദിവസമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇസ്രായേലിന്റെ ഇടയിലെ പരാജയം അവിടെ തുടങ്ങുന്നത്. ഗത്യനായ ഗോലിയാത്ത് ഇസ്രായേലിനെ തകർക്കാൻ വന്ന യോദ്ധാവാണ് അല്ലേ? ഇസ്രായേലിന്റെ വലിയ ശത്രുവാണ് ഗോലിയാത്ത്. ആ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നത് അവന്റെ അഭിപ്രായം ആരാഞ്ഞിട്ടാണോ? ഇസ്രായേലിന്മേലുള്ള ഏക പരാജയം ആരെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിച്ചോ, ഏത് പൈശാചിക ശക്തി അകത്ത് കയറിയോ അവൻ പറയുന്നതൊക്കെ പോരാട്ടോ. അതുകൊണ്ടാണ് 40 ദിവസം ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ പോരാടി തീർക്കേണ്ട പോരാട്ടം 40 വാദിച്ചുകൊണ്ട് നിൽക്കുക. കാരണം നീ പൈശാചിക ശക്തി പറഞ്ഞ അഭിപ്രായത്തിന് ചെവി കൊടുത്തു. ഗോലിയാത്തേ, നിന്നെ തകർക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം, നിന്നെ വീഴ്ത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ടല്ല, ഇസ്രായേലിന്റെ ദൈവം പറയും. നാം പൈശാചിക ശക്തിയോട് പോരാടുന്നത് പൈശാചിക നിയന്ത്രണത്തിനകത്തു നിന്നല്ല, ദൈവിക നിയന്ത്രണത്തിനകത്തു നിന്നാണ്. ദുരാത്മാവിനല്ല നാം പൈശാചിക ശക്തിയോട് പോരാടുന്നത്, ആത്മാവിനാണ്. നിന്നെ നേരിടാൻ പോകുന്നത്, ഫെലിസ്ത്യനോട് പോരടിക്കാൻ പോകുന്നത് നിന്റെ വാക്ക് കേട്ടിട്ടല്ല. ഈ പാളയത്തിലെ വേദവാക്യം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ വാക്കാണ്. അതുകൊണ്ട് 40 ദിവസം കൊണ്ട് ഇങ്ങനെ നിൽക്കുക. 2ാമത്തെ ദിവസം തുടച്ചു മാറ്റിയതിനെ ഫെലിസ്ത്യനെ യഹോവ. പക്ഷെ കേട്ടുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഇശായി തന്റെ മകനായ ദാവീദിനെ പാളയത്തിലോട്ട് വിടുന്നു. ഏലിയാവ്, ശമ്മ, അബീനാദാവ് 3 പേര് പട്ടാളത്തിലുണ്ട്. നിലവിൽ ഫെലിസ്ത്യർക്കൊപ്പം അവരെ തുരത്താൻ പട്ടാളത്തിനകത്ത് യൂണിഫോം ഇട്ടി നിൽപ്പുണ്ട്. 10 അപ്പവും 1 പറ മലരുമായിട്ട് ഇശായി ദാവീദിനെ പാളയത്തിലോട്ട് വിടുമ്പോ ചേട്ടന്മാര് അവിടെ നിന്ന് വാദം കേട്ടുകൊണ്ടിരിക്കുക. രാവിലെ തന്നെ കോട്ടും സൂട്ടും ഒക്കെ അണിഞ്ഞും പടച്ചട്ട അണിഞ്ഞും ദാവീദിനോട് ആട് കളിച്ചുമൊക്കെ ഇറങ്ങി പോകുന്ന കണ്ടപ്പം ദാവീദ് വിചാരിച്ചത് ഇപ്പൊ തീർത്തിട്ട് വരുമെന്നാണ്. പക്ഷേ 10 അപ്പവും 1 പറ മലരും കൊണ്ട് പാളയത്തിൽ ചെല്ലുമ്പോ വാദം കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിക്കാം, ഈ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ഇവിടെ വന്നു നിന്നത് വാദം കേൾക്കാനായിരുന്നോ? 10 അപ്പവും 1 പറ മലരും കൊണ്ട് പാളയത്തിൽ ചെന്നപ്പോ പാളയത്തിൽ ഫെലിസ്ത്യർ അണിനിരന്നിരിക്കുക. അവർ പോരാട്ടത്തിന് ആക്കം കൂട്ടുകയാണ്. ഈ പോരാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദാവീദ് ചെന്ന് ഏലിയാവിനോടും സഹോദരന്മാരോടും കുശലം ചോദിച്ചു. കുശലതായി ഇന്നെങ്ങാണം വിളിക്കോ, അതോ വാദം കേട്ടോണ്ടിരിക്കുകയുള്ളോ? ഇതിനകത്ത് നിങ്ങളിങ്ങനെ നിന്ന് പോകത്തേ. എന്തുകൊണ്ട് വിശേഷം? ഇന്നലെ ഇറങ്ങിയതില്ലയോ? ഇതിങ്ങനെ ചോദിച്ച് രസിച്ചോണ്ടിരുന്നതിന്റെ ഇടയില് ഗോലിയാത്ത് ഇനി അതിന് കേറി. എനിക്ക് മനസ്സിലായി ദാവീദിനോട് ഒരു ചോദ്യം. ദാവീദേ, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുന്നത് നല്ലത് തന്നെ. കുറച്ചു നേരം സംസാരിക്കാനും വൃഥാ സംസാരിക്കാനും അങ്ങനെ അവസരം കിട്ടി. പക്ഷെ നീ എവിടെ നിൽക്കുന്നതിന് ബോധ്യമുണ്ടോ? ഇത് ഇസ്രായേലിന്റെ പാളയമാണ്. ഇത് യുദ്ധം നടക്കുന്ന സ്ഥലമാണ്. ഇത് ശത്രുവിനോട് പോരടിക്കുന്ന നേരമാണ്. നീ ഇങ്ങനെ കുശലം ചോദിച്ച് വൃഥാവാചാരനായി കയറി വരും. നീ എപ്പോ
നോക്കി നിൽക്കുന്ന നീ എപ്പോൾ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് തിരിയുമെന്നും മറ്റൊരു കാര്യത്തിലേക്ക് വ്യതിചലിക്കും എന്ന് നോക്കി നിൽക്കുക. അതും ഒരു തന്നെയാണ്. യുദ്ധത്തിന് നേർക്ക് നേർ വാളുകൊണ്ട് നിൽക്കുമ്പോ ആ വാള് താത്തിട്ട് കാര്യം പറയുന്നുണ്ട്. ഒരവധ കിട്ടിയാൽ ശത്രു പോരാടും എന്ന അന്തരീക്ഷത്തിൽ ആത്മീയതയ്ക്കകത്ത് നിൽക്കുമ്പോഴും അത് മറന്ന് വാള് താത്തിട്ട് കാര്യം പറയുന്നുണ്ട്. വാള് പിടിച്ച് എപ്പോൾ ഊങ്ങുന്നോ അപ്പോൾ വെട്ടാൻ നിൽക്കുക ഏലിയാവ്. അതിന്റെ ഇടയ്ക്ക് കുശലം ചോദിക്കുന്നു. ദാവീദേ, ഇത് കുശലം ചോദിക്കാനുള്ള ഇടമല്ല, ഇന്നലെ പോയ ചേട്ടന്മാരുടെ വിശേഷം ചോദിക്കാനുള്ള ഇടമല്ല, ശ്രദ്ധ മാറ്റുന്ന ഇടമല്ല, ഇത് വാൾ വീശാനുള്ള ഇടമാണ്. സ്തോത്രം പറയുന്ന നീ നിന്റെ നാവ് എപ്പോൾ അടയുമെന്നും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വാളിനെ നീ ബലശയത്താൽ താത്ത എപ്പോഴിടുമെന്നും നോക്കി. ഏലിയാവിന്റെ കയ്യിൽ നിന്ന് വാളപ്പം താഴെ പോകുന്നത് നോക്കി ഗോലിയാത്ത് നിൽക്കുക. ആ നേരത്ത് അവന്റെ ഒരു കുശലം പറഞ്ഞു. ആ നേരം കൊണ്ട് ഗോലിയാത്ത് ഇനി അരികെ വന്നു. ഗോലിയാത്ത് അരികെ വന്നെങ്കിലും ദാവീദ് ചോദിക്കാൻ തുടങ്ങി, എന്താ കാര്യം? ഈ പാളയത്തിനകത്ത് ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണം എന്താ? ഒരു കാരണവുമില്ലാതെ ഈ യുദ്ധം ഉണ്ടാകത്തില്ല. സത്യം, പോരാട്ടത്തിന് കാരണമുണ്ട്. ഒരു കാരണവുമില്ലാതെ ഈ യുദ്ധം നടക്കത്തില്ല. അപ്പം ഗത്യനായ ഗോലിയാത്ത് മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിക്കുന്നു. ഇത് ആദ്യം ഒരു പടനായകനോട് ചോദിച്ചു, എന്താ കാര്യം? ഈ ഗോലിയാത്തിനെ തുടച്ചു മാറ്റണം, ഇസ്രായേലിന്റെ പാളയത്തിലുള്ള ഈ നിന്നയെ നീക്കിക്കളയണം. അതാ ദൗത്യം. എന്തൊക്കെ കൊടുക്കും? ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കും. അതിൽ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയാൽ ഇന്നതൊക്കെ കൊടുക്കും. ചേവകനോട് ഒന്ന് ചോദിച്ചു, അവൻ ഉത്തരം പറഞ്ഞു. അടുത്ത ചേവകനോട് ചോദിച്ചു. പിന്നെ ചോദ്യം പോയത് ഏലിയാവ് മൂത്ത സഹോദരന്റെ അടുത്താണ്. ഇവിടുന്ന് ശാന്തമായിട്ട് നിൽക്കുക. അപ്പൊ 1, 2, 3 പേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞു. പോരാട്ടത്തിൽ ജയിച്ച ഇസ്രായേലിന്റെ നിന്നയെ നീക്കിക്കളഞ്ഞാൽ രാജാവ് അവൻ എന്തു പ്രതിഫലമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ച് വന്ന് അത് ഈ മൂത്ത സഹോദരനായ ഏലിയാവിന്റെ അടുത്ത് വരെ വന്നു. ഏലിയാവ് ചോദിക്കുന്നത്, നിനക്കിവിടെ എന്ത് കാര്യം? നീ ഇവിടെ എന്തിനാ വന്നത്? നീ കുറെ ആടുകൾ ഉള്ളതിനെ എവിടെ ഏൽപ്പിച്ചു? നിന്റെ നികളഭാവം എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ ഏലിയാവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു. 40 ദിവസം കൊണ്ട് ഒരു മല്ലൻ നിന്ന് വെല്ലുവിളിക്കുക. ആ വെല്ലുവിളിയെ തടുക്കാൻ യാതൊരു അക്ഷരവും ആരും മിണ്ടിയില്ല. കൂടെ വരണേ, ഏലിയാവ് മിണ്ടിയില്ല. പക്ഷെ പോരാട്ടത്തിനൊപ്പം നിൽക്കാൻ വന്ന ഈ ദാവീദിനെ ഒറ്റയടി വീഴ്ത്തിക്കണം. പാളയത്തിനകത്തെ ഏറ്റവും വലിയ പരാജയം അതാ. പൈശാചിക ശക്തിയോട് പോരടിക്കാനാണ് ദൈവം പാളയത്തിൽ കൊണ്ടുവന്നത്. നീ ഇപ്പൊ പോരടിക്കുന്നത് ദാവീദിനോടാണ്. ഏലിയാവേ, നിന്നെ എന്തിനാ യഹോവ പാളയത്തിൽ എത്തിച്ചത്? അത് എന്റെ നാമത്തെ നിന്ദിക്കുന്ന പൈശാചിക ശക്തിയെ വെട്ടാനാ. പക്ഷെ നീ ഇപ്പൊ ആരോടാ പോരടിക്കുന്നത്? നിന്റെ പോരാട്ടത്തിന് കൈകോർത്തു നിൽക്കുന്ന ദാവീദിനെ. ഏലിയാവിന് ഗോലിയാത്തിനെ വീഴ്ത്താൻ കഴിയുന്നില്ലേ? ഒപ്പം പോരാട്ടത്തിൽ നിൽക്കുന്ന കൂട്ടു സഹോദരനെ വീഴ്ത്താൻ പറ്റുന്നു. ഇത് പാളയത്തിനകത്തെ പരാജയമല്ല. നിനക്കൊപ്പം പോരാട്ടത്തിൽ നിൽക്കുന്നവൻ നിന്റെ തല കൂടെ കൊയ്തു പോകാതിരിക്കാൻ ആ പോരാട്ടത്തിൽ നിൽക്കുന്നത്. അവന്റെ തല വാക്കിനാൽ നീ കൊയ്യരുത്. നിന്റെ തല വാടി കൊയ്തു പോകാതിരിക്കാനാണ് അഭിഷേകോടെ ദാവീദ് വന്നത്. അവനെ നീ നാവ് കൊണ്ട് വന്നരുത്.
ഏലിയാവ് ദാവീദിനെ എത്തിയിരിക്കുന്നു. പോരാട്ടം എവിടെ ചെല്ലാനാ? ഈ പാളയത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തി 40-50 ദിവസം കിടന്ന് വെല്ലുവിളിയോട് വെല്ലുവിളി വിളിച്ചിട്ടും നീ വെല്ലുവിളിക്കുന്നത് കൂട്ടു സഹോദരനെ ആണെങ്കിൽ നിന്റെ ആയുസ് നീ പാളയിൽ ജയിക്കത്തില്ല കേട്ടോ. എന്തിനിവിടെ വന്നത്? ഞാൻ ആ കളിയാതെ ഇത് മേച്ചിൽ പുറമല്ല. അങ്ങനൊരു അർത്ഥമുണ്ട്. ഏലിയാവ് പറഞ്ഞതിനകത്ത് അങ്ങനൊരു അർത്ഥമുണ്ട്. ഇത് മേച്ചിൽ പുറമല്ല, യുദ്ധങ്ങളോ. ഇത് വടിയും കോലും വേണ്ട ഇടമല്ല, ഇത് വാടും കുന്തവും വേണ്ട ഇടം. ഇത് മേച്ചിൽ പുറമല്ല, ഇത് യുദ്ധങ്ങളമാണ്. അങ്ങനെ ചോദിച്ച് അടിച്ചിരുത്താൻ നോക്കി. ഏലിയാവ് ദാവീദിനെ അടിച്ചിരുത്താൻ നോക്കി. കാരണം ഇനി ഇവൻ ചെല്ലുന്നത് ശൗലിന്റെ അടുത്തോട്ടായിരുന്നു. ശൗല് രാജാവാകൊണ്ട് ഒരു അനുവാദം കൊടുത്തെന്ന് വരാം. അത് ഏലിയാവിന് അറിയാം. പടച്ചട്ടയിട്ട മല്ലന്മാര് നിന്നിട്ട് സാധിച്ചില്ലെങ്കിൽ ഇവര് പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് ശൗല് ചിന്തിച്ച് ദാവീദിന് ഒരു അവസരം കൊടുക്കാലോ എന്നൊരു ചിന്ത ഏലിയാവിനുണ്ട്. കാരണം ഇവ ഇറങ്ങിയാൽ ജയിക്കും. അത് ഏലിയാവിന് അറിയാം. അതുകൊണ്ടാണ് വാക്കുകൊണ്ട് ഇവനെ ഒതുക്കിയ പാളയത്തേക്ക് പോകുന്നെങ്കിൽ പോകണം. പാളയത്തിലുള്ള പോരാട്ടം നിന്റെ വാള കൊണ്ട് തന്നെ വീഴണമെന്നില്ല കേട്ടോ. നിന്റെ കൂട്ടു സഹോദരന്റെ വാള വീണാലും നിനക്ക് ജയമ. ചിന്തിക്കുന്നത് ഏലിയാവെ നിന്നെ മാത്രമല്ലല്ലോ, യഹോവേ അല്ലേ. അപ്പൊ നിന്റെ കൂട്ടുക വിശ്വാസി വെട്ടിയാലും നിന്റെ കൂടെ ജയമല്ലേ. പിന്നെ എന്തിനാണ് നീ തടുക്കുന്നേ? ആ കൂട്ടുവിശ്വാസി പ്രാർത്ഥിച്ചത് നിന്റെ കൂടെ മറുപടിക്കാം. ആ കൂട്ടുവിശ്വാസി പ്രാർത്ഥിച്ചത് നിന്റെ കൂടെ രക്ഷയ്ക്കാം. ആ കൂട്ടുവിശ്വാസി പ്രാർത്ഥിച്ചത് നിന്റെ കൂടെ രോഗസൗഖ്യം. പിന്നെ നീ എന്തിനാ തടുക്കുന്നേ? ഇപ്പൊ ആര് വെട്ടിയാൽ എന്താ? നിന്റെ അനിയും വെട്ടിയാൽ എന്താ? ദൈവം നിനക്കൂടെ ഉള്ളതല്ലേ. നീ കേട്ട നിന്നെ കൂടെ അല്ലേ അവൻ നീക്കുന്നേ. പാളയത്തിൽ പോരാടേണ്ടത് പൈശാചിക ശക്തിയോടാണ്, ഒപ്പം പോരാടുന്നവരോടല്ല. ചോദിച്ച് ശൗലിന്റെ അടുത്ത് വരെ ചെന്നു. ശൗലിന്റെ അടുത്ത് ചെന്നപ്പം ശൗല് ചിന്തിച്ചു, പടച്ചട്ടയിട്ട ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തടുക്കാൻ പറ്റുന്നില്ല. എന്നാ ഇവ ഈ ചെറുതെങ്കിലും പോയി ഒന്ന് നോക്കണം. ഇവരെങ്കിലും ഒന്ന് ജയിപ്പിക്കുമെങ്കിൽ ജയിപ്പിക്കട്ടെ, നീങ്ങുമെങ്കിൽ നീങ്ങട്ടെ. നീ അങ്ങ് പ്രാർത്ഥിച്ചോ, നിന്നെങ്കിലും ഒരു സൗഖ്യം പറ്റണം. ശൗല് അനുവദിച്ചു ചെന്നോ. ആദ്യം ഒന്ന് നിരുത്സാഹപ്പെടുത്തി. ഏലിയാവ് അതിൽ ചെയ്ത് ക്ഷീണിപ്പിക്കുക, പടയിൽ വന്നു നിന്നവനെ ക്ഷീണിപ്പിക്കുക. കൂട്ട സഹോദരൻ ക്ഷീണിപ്പിച്ചു, രാജാവ് ക്ഷീണിപ്പിക്കുക. അവൻ യോദ്ധാവാ, നീ ബാലനാ. ഇത് പറയുമ്പോ അവനങ്ങ് പോകുമെന്ന് വിചാരിച്ചു. ക്ഷീണിപ്പിക്കുക പാളയത്തിൽ. ഒരിക്കൽ യഹോവയോട് ബിലയാം പറഞ്ഞു, ബാലാക്ക് എന്നോട് പറഞ്ഞു, ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ആ ജനം ഈ ദേശത്ത് വന്നതിന് ശേഷം അവർ വിസ്തൃതമായി. അവർ ശക്തരാകൊണ്ട് എനിക്ക് യുദ്ധം കൊണ്ട് അവരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അവരെ പടയിൽ നിർത്തി വാളുകൊണ്ട് കൊയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഈ നിലവിൽ ഇപ്പോഴുള്ള ബലം കൊണ്ട് യാതൊരു കാരണവശാലും എനിക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. നിലവിൽ അവരുടെ ശക്തി കൊണ്ട് അവരെ എനിക്ക് തകർക്കാൻ കഴിയില്ല. അർത്ഥം നിലവിലുള്ള പ്രാർത്ഥന കൊണ്ട് നിന്നെ തൊടാൻ പറ്റത്തില്ല. അപ്പൊ നിലവിൽ ഇസ്രായേലിന്മേലുള്ള ബലം കൊണ്ട് എനിക്ക് അവരെ തൊടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീ വരണം. നീ വന്നിട്ട് നന്നായിട്ടങ്ങ് പ്രാർത്ഥന. ഈ പ്രാക്ക് മൊത്തവും കേട്ടോണ്ടിരിക്കുമ്പോ ഒരു വാട്ടം
കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നില്ല. എത്ര നാളായി പ്രാർത്ഥിച്ചിരിക്കുക, ഇനി കുറച്ചു നേരത്തേക്ക് പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ ഒരു വാട്ടം വരും. വാളൊക്കെ താത്തു വെച്ച ഒരു വാളിന്റെ പിടി പിടിക്കാൻ പോലും ബലമില്ലാത്ത പോലെ അങ്ങ് വീഴും. ആ വീഴുന്ന നേരത്തെ ഞാൻ ഒരു അടി കൊടുക്കാം. ഓർക്കണം, നിന്റെ ബലം എപ്പോ ചോരുമെന്ന്, നിന്റെ ബലം എപ്പോഴവസാനിക്കുമെന്ന്, നിന്റെ പ്രാർത്ഥന എപ്പോ തീരുമെന്ന് നന്നായി ക്ഷീണിക്കുന്ന ഒരു സമയം വരും. നിന്റെ പ്രാർത്ഥന കൊണ്ട് നന്നായി വാഴുന്ന ഒരു സമയം വരും. ആരാധനയ്ക്ക് മടുപ്പ് വരുന്ന ഒരു സമയം വരും. പ്രാർത്ഥിക്കേണ്ടെന്ന് തോന്നുന്ന ഒരു സമയം വരും. എല്ലാ ദിവസവും പോയില്ലേ എന്നൊരു ചിന്ത വരും. ആ നേരം നോക്കി ഞാൻ എന്ത് ചെയ്യാം? നന്നായി പ്രാകുന്ന നേരത്തെ ഒരു ക്ഷീണമുണ്ട്. ആ നേരത്ത് ഞാനൊരു അടിയും കൂടെ കൊടുക്കാം. അടിയും കൂടെ കൊടുക്കുമ്പോൾ ഇവരങ്ങ് വീഴും. ഇത് പറയിപ്പിക്കാൻ ബാലാക്ക് തന്റെ പ്രഭുക്കന്മാരെ ബിലെയാമിന്റെ അടുത്തുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം ബിലെയാം തന്റെ മുറിക്കകത്ത് ഒരു ഇട്ടു യഹോവയോട് ചോദിച്ചു, ഞാൻ എന്നാ വേണം? ബാലാക്ക് എന്നോട് ജനത്തെ ശപിക്കാൻ പറയുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ എന്റെ മറുപടി എന്തെന്ന് അറിഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പ്രഭുക്കന്മാരിപ്പോൾ ഞാൻ എന്തോ വേണം? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബിലെയാമിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ ശബ്ദം, ഇത് അനുഗ്രഹം പ്രാപിക്കാനുള്ള ജനമാകുന്നു, ഇത് വിടുതൽ അനുഭവിക്കാനുള്ള ജനമാകുന്നുണ്ട്, നീ അവരെ ശപിക്കരുത്, പ്രഭുക്കന്മാരോടൊപ്പം പോകരുത്. ഇത് അനുഗ്രഹം പ്രാപിക്കാനുള്ള ജനമാണ്, അതുകൊണ്ട് നീ അവരെ ശപിക്കരുത്. പ്രാർത്ഥനാ മറുപടിയുമായി പുറത്തിറങ്ങി പ്രഭുക്കന്മാരോട് പറഞ്ഞു, യഹോവ എന്നെ അയക്കുന്നില്ല, യഹോവ എന്റെ മേൽ നിയോഗം തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം പോരുന്നില്ല. എന്ന് വെച്ചാൽ നിന്റെ മേൽ ഒരു നാശഭൂപം പിശാചിനെ അഴിച്ചു വിടണമെങ്കിൽ അതിന് ഒരു അനുവാദം ദൈവത്തിന്റെ പക്കൽ നിന്ന് വേണം. നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. പ്രഭുക്കന്മാര് തിരിച്ച് ബാലാക്കിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അവൻ വന്നില്ല, അവൻ വന്ന് ശപിക്കുമെന്നൊന്നും തോന്നുന്നില്ല. ഇത് കണ്ട ബാലാക്ക് അതിനേക്കാൾ കൂടിയ പ്രഭുക്കന്മാരെ വെള്ളിയും പൊന്നും കൊണ്ട് വിട്ടു. ആദ്യം പോയത് ഒരു സാധാരണ വിശ്വാസിയാണ്, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഇനിയിപ്പോ എക്സിക്യൂട്ടീവിനെ വിട്ടു നോക്കാം. കൂടിയ പ്രഭുക്കന്മാരെ വെള്ളിയും പൊന്നും കൊണ്ട് വിട്ടു. ഇപ്രാവശ്യം ബിലെയാം പ്രാർത്ഥിക്കാനൊന്നും നിന്നില്ല. കാരണം ദൈവം പ്രാർത്ഥനാമുറിയിൽ വെളിപ്പെടുത്തിയ അതേ ദൂതൻ ദൈവം എന്റെ തലമേൽ ഇങ്ങനെ കുന്തിച്ചു വെച്ചേക്കുവാ. അതുകൊണ്ട് പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട് നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും, നിങ്ങൾ ഒരു പണക്കൂമാരത്തിന്റെ ചാക്ക് എന്റെ മേൽ കഴിച്ചിട്ടാലും യഹോവ പ്രാകാത്തതിനെ ഞാൻ എങ്ങനെ പ്രാകും? യഹോവ കഴിക്കാത്തതിനെ ഞാൻ എങ്ങനെ കഴിക്കും? ഞാൻ എങ്ങനെ പ്രാകും? ഇനി പ്രഭുക്കന്മാർ വന്നതുകൊണ്ട് യഹോവ പറഞ്ഞു, പൊക്കോ. എന്തായാലും 2 പ്രാവശ്യം ഇൻവിറ്റേഷൻ കാർഡ് വന്നതാണ്, നീ പൊക്കോ. പക്ഷെ ഞാൻ നാവിൽ വരുന്നത് മാത്രമേ എന്ത് ചെയ്യാവൂ? പറയാം. പോകാൻ തീരുമാനിച്ചു. കഴുതയ്ക്ക് കോപ്പിട്ടു. കഴുതയ്ക്ക് കോപ്പിട്ടിട്ട് യാത്ര പുറപ്പെടാൻ തുടങ്ങി. യാത്ര തിരിച്ചു. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ യാത്ര യഹോവയ്ക്ക് അനിഷ്ടമാണ്. യാത്ര പുറപ്പെട്ടത് യഹോവയ്ക്ക് അനിഷ്ടം.
യാത്ര പുറപ്പെട്ട വഴിയെ വാൾ പിടിച്ചുകൊണ്ട് ഒരു ദൂതൻ നിന്നു. വാൾ പിടിച്ചുകൊണ്ട് ഒരു ദൂതൻ നിന്നു. കഴുത ദൂതനെ കണ്ടതുകൊണ്ട്, വാൾ കണ്ടതുകൊണ്ട് വഴിയിൽ നിന്ന് വയലിലോട്ട് നീങ്ങി. താൻ പോയ വഴിയിൽ നിന്ന് വയലിലേക്ക് തിരിഞ്ഞു എന്ന് കണ്ട കഴുതയെ കുറിച്ച് ഞാൻ ഒരു ഭാഗം കൂടി ഞാൻ ചിന്തിച്ചു. വാള് കണ്ടാൽ മാറാൻ, പ്രതിസന്ധി കണ്ടാൽ ആ നിൽക്കുന്ന അഭിഷേകത്തെ തിരിച്ചുവിടാൻ പ്രാപ്തിയുള്ളവരാണ്. പുറത്തിരിക്കുന്നത് അഭിഷക്തനാണെന്നും ദൈവത്തിന്റെ നാവാണെന്നും വാൾ അവന്റെ മേൽ വീഴരുതെന്നും ഒരു ത്രാണിയും കപ്പാസിറ്റിയും ചിന്തയും ഒക്കെ കഴുതയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ദൂതന്റെ വാൾ കണ്ടിട്ട് കഴുത വയലിലേക്ക് നീക്കി. വയലിലേക്ക് നീക്കിയത് കണ്ടപ്പം ഒരടി അങ്ങനെ പുറത്തു കൊടുത്തു. വിലയ പറഞ്ഞ പുറത്ത് ഒരടി കൊടുത്തു. വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോ ദൂതനെ വാളും പിടിച്ച് വീണ്ടും കണ്ടു. ഉടനെ മതിലിന്റെ സൈഡിലോട്ട് കയറി ഒന്ന് ഞെക്കി പിടിച്ചു നിർത്തി നോക്കി. തന്നെ ഇങ്ങനെ ഞെക്കി അമർത്തുന്നത് കണ്ട വിലയ അതിനെ ഒരടിയും കൂടെ അടിച്ചു. വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന യാത്രയ്ക്കിടയിൽ ദൂതൻ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മൂന്നാം പ്രാവശ്യവും കഴുത കണ്ടു. മൂന്നാം പ്രാവശ്യം ചരിച്ചും തിരിച്ചും എല്ലാം നോക്കി. പുറത്തിരിക്കുന്ന ബിലയാമിന് ഒരു മാറ്റവും. മൂന്ന് പ്രാവശ്യം അവനെ വഴിയിൽ നിന്ന് നീക്കിയിട്ട് മൂന്ന് പ്രാവശ്യവും മാനസാന്തരം വരികയല്ല ചെയ്തത്, വടിയെടുക്കുക ചെയ്തത്. മൂന്നാം പ്രാവശ്യവും മാറ്റം വരാത്തതിനെ പ്രതി യഹോവ കഴുതയുടെ വാ തുറന്നു. അപ്പൊ ചിന്തിച്ചോണം, മാനസാന്തരമില്ലാത്തതിനെ ആരോടെങ്കിലും കൊണ്ടൊക്കെ സംസാരിപ്പിക്കുക. കഴുതയുടെ വാ തുറന്നു. കഴുത പറയുന്നു, ഇത്ര നാൾ നീ എന്നെ അടിക്കുന്നത്. അപ്പൊ ബിലയാം പറഞ്ഞു, നീ എന്നെ കളിയാക്കുന്നതാ. കുറച്ച് നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇട്ട് കളിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എന്നെ അമ്മാനമാടുക. ഞാൻ പോകേണ്ട വഴി എന്താണെന്ന് നിനക്ക് അറിയാം. പക്ഷെ നീ ഇങ്ങനെ തിരിച്ചു തിരിച്ചെന്നെ കൊണ്ടുപോവുക. മറുപടി, ഇത്ര നാൾ നീ എന്റെ പുറത്തല്ലേ യാത്ര ചെയ്യുന്നത്. ഇത്ര നാള് നീ യാത്ര ചെയ്തതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കുഴപ്പം നിനക്കുണ്ടായോ? പക്ഷെ ഇപ്രാവശ്യം നിന്നെ ഞാൻ നീക്കി നീക്കി വകഞ്ഞു മാറ്റുന്നതിന്റെ പിന്നിൽ ഒരു കാരണം തന്നെ. നീ എന്നും പോയ വഴി നിന്നെ പിരിച്ചു വിടുന്നെങ്കിൽ അതിന് എന്തോ ഒരു കാരണമുണ്ട്. തന്നെ അത് കേട്ടിട്ട് ബിലയാമിന് തോന്നി എന്തോ ഒരു കാരണം. ബിലയാം തിരിഞ്ഞു നോക്കുമ്പോ ദൂതൻ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുക. ദൂതൻ വാളും പിടിച്ചുകൊണ്ട്, അയ്യോ ഞാൻ ദൂതനെ കണ്ടില്ല. ദൂതനെ കണ്ടില്ല. ദൂതന്റെ മറുപടി, നീ കഴുതയെ അടിച്ചതെന്ന്. കഴുത എന്താ ചെയ്തത്? കഴുത എന്താ ചെയ്തത്? ദൂതന്റെ മറുപടി, നീ 3 പ്രാവശ്യം കഴുത നിന്നെ നീക്കി മാറ്റിയപ്പോ നീ 3 പ്രാവശ്യം കഴുതയെ അടിച്ചു. പക്ഷെ കഴുത നിന്നെ നീക്കി മാറ്റി കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെട്ടിയിട്ട് ഞാൻ കഴുതയെ രക്ഷിക്കുമായിരുന്നു. 3 പ്രാവശ്യം നിന്നെ മരണം നീ രക്ഷിച്ചത്. പക്ഷെ രക്ഷിച്ചവരെ നീ അടിച്ചു. എന്റെ കൂട്ടുവിശ്വാസി, നിന്റെ മരണം നീങ്ങാനാ മുട്ടുകുത്തിയത്. പക്ഷെ നീ അവനെ അടിക്കുക ചെയ്തത്. എപ്പോഴൊക്കെ നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ അപ്പോഴൊക്കെ നീ അടിച്ചു. നിന്റെ ജീവൻ രക്ഷിക്കാൻ, നിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ, നിന്റെ യാത്രയിൽ ഹാനി വരാതിരിക്കാൻ നിന്നെ വകഞ്ഞു മാറ്റി തിരിച്ചതിനെ നീ രക്ഷപ്പെട്ടപ്പോ വഴികൾ കഴിക്കുന്നതെന്ന് പലതും വകഞ്ഞു മാറുന്നത് കൊണ്ടാ വെട്ടുകൊള്ളാത്തത് കേട്ടോ. പലതും വകഞ്ഞു മാറുന്നത് കൊണ്ടാ വെട്ടുകൊള്ളാത്തത്. പക്ഷെ നീ രക്ഷപ്പെടുന്നതോട് നീ വഴിയെടുക്കുകയല്ലേ.
ഞാൻ കഴുതയെ രക്ഷിക്കുമായിരുന്നു. അപ്പം ബിലയാം പറയുന്നത്, നിനക്ക് താല്പര്യമില്ലെങ്കിൽ, ഈ യാത്ര നിനക്ക് അനിഷ്ടമാണെങ്കിൽ ഞാൻ പോകാതിരിക്കാം. വീണ്ടും ദൂതന്റെ മറുപടി, നീ പൊയ്ക്കോ, പക്ഷെ ഞാൻ പറയുന്നത് എന്ത് ചെയ്യാവൂ, പറയാൻ പാടുള്ളൂ. ചെന്ന് ബാലാക്കിനെ കണ്ടു. ബാലാക്ക് പറഞ്ഞു, എനിക്ക് നിന്നെ മാനിക്കാനൊക്കെ പറ്റും, നിനക്ക് വെള്ളിയും പൊന്നും ഒക്കെ തരാൻ പറ്റും, പിന്നെന്താ നീ വരാതിരുന്നത്? വീണ്ടും ബിലയാമിന്റെ മറുപടി, നീ എന്നെ പൊന്നുകൊണ്ട് മൂടിയാലും, നീ എനിക്ക് സമ്പത്ത് കുമിഞ്ഞു കൂട്ടി തന്നാലും, ദൈവം അനുവദിക്കാതെ ഈ ജനത്തിന്റെ മേൽ ഞാൻ നാവ് അനക്കുകയില്ല. ചെന്ന് ശപിക്കാതെ നോക്കി. ചെന്ന് നിന്നപ്പോ തൊട്ട് നാക്ക് പഴയുക. എന്നിട്ട് പറഞ്ഞതോ, ഇതാ തനിച്ചു പാർക്കുന്നതോടും ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അപ്പം ബിലയാമിനോട് ബാലാക്ക് ചോദിച്ചു, നിന്നെ ഞാൻ എന്തിനാണ് കൊണ്ടുവന്നത്? ശപിക്കാനായിരുന്നു. നീ എന്താ ചെയ്തത്? അനുഗ്രഹിക്കുക. ഉത്തരം, നീ എന്നെ വിളിച്ചത് കൊണ്ട്, നീയാണ് എന്നെ മീറ്റിങ്ങിനെ ക്ഷണിച്ചത് കൊണ്ട് നിന്നോട് കൂറ് കാണിക്കണമെന്നൊക്കെ വെച്ചാൽ ജനത്തിന്റെ മുമ്പിൽ വരുന്നത്. പക്ഷെ ഇത് ദൈവത്തിന്റെ ആവരണ വലയത്തിനകത്തിരിക്കുന്ന ജനമായി മാറി. യാതൊരു കാരണവശാലും ദൈവജനത്തിനെതിരെ കാത്തുതിരിക്കാൻ ആത്മാവ് എന്നെ അനുവദിക്കുന്നില്ല. എത്ര പൊന്നും വെള്ളിയും കൊണ്ടുവന്ന് നിന്നെ ആവരണം ചെയ്താൽ, എത്ര മന്ത്രവാദി നിന്നെ വന്ന് ഓടിയാലും, എത്രമാത്രം വൈകാരിക ശക്തി നിങ്ങളെ വന്നാലും, ഒരുവൻ നിങ്ങളെ നാക്കരക്കണമെങ്കിൽ അനുവദിക്കണം. വിളിച്ചതിനെ പ്രതി വന്നു നിൽക്കേണ്ടത് എന്റെ ഡ്യൂട്ടി. പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്റെ ഡ്യൂട്ടി അല്ല, യഹോവയുടെ ഡ്യൂട്ടിയാണ്. ഏലിയാവ് തിരിച്ചു വരിക. ഏലിയാവ് ഒതുക്കാൻ പോവുക. ശൗലും ഒതുക്കാൻ നോക്കി, എങ്ങനെയെങ്കിലും മാറണം. വെട്ടുകൊണ്ടാല് ആ ചുമതലയും കൂടെ ഈ ശൗല ഏറ്റെടുക്കണമെന്ന് പേടിച്ച. എന്നാലും ഇവന്റെ ആ ആഗ്രഹം കൊണ്ട് ഇവനെ എന്ത് ചെയ്തു? ഗോലിയാത്തിനോട് പോരടിക്കാൻ പറഞ്ഞു. ജയിച്ചിട്ട് വന്നാണ് പ്രാർത്ഥനയ്ക്ക് പോയാട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അനുഗ്രഹം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നില്ല ഒരു പടയച്ചട്ടയും കൂടെ ഉണ്ടാകും. ആ പടച്ചട്ടയും കൂടെ ഇട്ടുകൊണ്ട് വേണം. ഇവിടുത്തെ ശീലം അതാ. ഇവിടുത്തെ ശീലം, ആര് യുദ്ധത്തിന് തയ്യാറെടുത്താലും ഒരു പടച്ചട്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചട്ട ഇങ്ങനെ പടയങ്കി പോലെ അതിട്ട് വേണം യുദ്ധം ചെയ്യാൻ, അല്ലാതെ യുദ്ധം ചെയ്യുന്നില്ല. ആ പടച്ചട്ട എടുത്ത് അണിഞ്ഞ് മുന്നോട്ട് നടക്കാൻ നോക്കിയപ്പം ദാവീദിന് നടക്കാൻ പറ്റില്ല. കൂലി പോവാ. അപ്പം ദാവീദ് മനസ്സിലായി, അപ്രിസിയേഷൻ ഒക്കെ കൊള്ളാം, തലയെ കൈവച്ചത് അനുഗ്രഹിച്ചതൊക്കെ കൊള്ളാം, നീ യുദ്ധത്തിൽ ജയിച്ചു വാ എന്ന് പറഞ്ഞതൊക്കെ കൊള്ളാം. പക്ഷെ ഇതിട്ട് കൂലി പോവാ. അപ്രിസിയേഷൻ ഞാൻ സ്വീകരിക്കുന്നു, പക്ഷെ ക്ഷീര ഇല്ലാത്തത് ഇട്ടുകൊണ്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അതിനർത്ഥം ഈ പാളയത്തിൽ നിനക്ക് യോജിക്കാത്തത് ഇട്ടുകൊണ്ട് നീ യുദ്ധത്തിന് വരരുത്. ദാവീദ് പറയുന്നത്, ഇത് വേറെ ആൾക്കാർക്ക് വേണ്ടി തയ്ച്ചതാണ്. ഞാൻ ഹോളിലോട്ട് കേറുന്നത് കണ്ടുകൊണ്ട് എനിക്ക് ഇരിക്കട്ടെന്ന് പറഞ്ഞതാണ്. ഇത് വേറെ ആറാന്റെ അളവിനും നൂലിനും വണ്ണത്തിനും സ്കെയിലിനും പാദത്തിന് തയ്ച്ചു വെച്ചതാ. ഇത് ഇട്ടിട്ട് 3 പൊങ്ങുമ്പോഴത്തേക്ക് അവൻ എന്റെ കഴുത്തിൽ വിട്ടു. അർത്ഥം, നീ പാളയത്തിൽ യുദ്ധത്തിന് വരുന്നെങ്കിൽ നിന്റെ പാദത്തിനുള്ളതുകൊണ്ടേ വരാവൂ. ആരുടെയെങ്കിലും അളവിലും തൂക്കത്തിനും ഉള്ളത് നീ ഇട്ടോണ്ട് വന്നാൽ നീ കൂലി പോകത്തേ ഉള്ളൂ. നിന്റെ ആയുസ്സിൽ നീ യുദ്ധം ചെയ്യത്തില്ല. ഏതായാലും പാളയത്തിലോട്ട് വന്നിരിക്കും, ഇരിക്കട്ടെ. വേണ്ട, സൗജന്യമായിട്ട് കിട്ടുകയില്ല. ഇതൊക്കെ ഇടുമ്പോ ഒരു നല്ലതാ, പക്ഷെ നിന്നെ കൂലിക്കും. ഈ പാളയത്തിൽ പലരും നിന്നെ അണിയിക്കുന്നു. കൂലിക്കും.
ക്ഷീണം ഉണ്ടാകും, പക്ഷെ എനിക്കിത് കൂലിക്കും. നിന്റെ മേൽ ആവരണം ചെയ്ത് പാളയത്തിൽ തരുന്നത് നിന്നെ യുദ്ധത്തിൽ നിവർന്നു നിൽക്കുമാറാക്കുന്നതാണ്. ഈ പാളയത്തിൽ നീ യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ നിന്നെ അണിയിപ്പിക്കുന്നത്, നിന്നെ കൂലിപ്പിക്കുന്നതാണെങ്കിൽ നീ ഇടരുത്. ഞാൻ യുദ്ധത്തിലുള്ളതാണ് എന്ന് കണ്ട്, ഞാൻ യുദ്ധത്തിന് പടനായകനാകേണ്ടതാണെന്ന് കണ്ട് എനിക്ക് വേണ്ടി ഒന്ന് തുന്നി തുടങ്ങിയിട്ടുണ്ട്. അത് പാഠമാകുമെന്നായിട്ടുണ്ട്. ആരുടെയെങ്കിലും അളവിനും തൂക്കത്തിനും വീതിക്ക് തയ്ച്ചതിട്ടുണ്ട് എന്നെ ഈ പാളയത്തിൽ കിട്ടത്തില്ല. ആരുടെയെങ്കിലും അളവിന് തന്നതുകൊണ്ട് നോക്കി നിൽക്കാൻ പാടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൂടുമ്പോ നേരെ കൂരുമ്പോ ഓർത്തോണം, ഇട്ടത് സ്വന്തം പടച്ചട്ടയല്ല. വാട് പോലും പിടിക്കാൻ വെക്കാതെ കൂനി ആരെങ്കിലും പാളയത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇട്ടേക്കുന്നത് സ്വന്തം പടച്ചട്ടയല്ല. ഇതിന്റെ ആവേശത്തിന് വന്ന് ആരോ എടുത്ത പടച്ചട്ട ഇട്ട് വാഴ കൊണ്ട് നിൽക്കുക. ആരുടെയെങ്കിലും പടച്ചട്ട ഇട്ട് ദൈവം അനുവദിക്കാത്ത പടച്ചട്ട അണിഞ്ഞുകൊണ്ട്, ദൈവം അടർന്നു തരാത്ത പടച്ചട്ട ഇട്ടുകൊണ്ട് നീ പാളയത്തിൽ ആറ് കഴിച്ചാൽ നീ കുഴി പൊന്നു. ഈ പാളയത്തിൽ വരുന്നുണ്ടെങ്കിൽ, ഈ യുദ്ധത്തിലാണ് വരുന്നതെങ്കിൽ, കണ്ടോണ്ടിരിക്കാനാണെങ്കിൽ കൂന് വന്നതിന് ഇടയ്ക്കിടയ്ക്ക് ദിവസം കണ്ടോണ്ടിരിക്കും. നീ വാളെടുത്ത് വീശാൻ ഭാഗത്തിനാണ് പാളയത്തിൽ വരുന്നെങ്കിൽ നിനക്ക് അനുവദിച്ച പടച്ചട്ട, അത് നിന്റെ തൂക്കം എത്രയാണെന്ന്, നിന്റെ വീതി എത്രയാണെന്ന്, നിന്റെ നീളം എത്രയാണെന്ന്, നിന്റെ വാഴ് ചലിപ്പിക്കാൻ നിന്റെ ഭാഗം എത്രയാണെന്ന് അതിന് പറയുന്ന മറുപടി, ഞാൻ പടനായകനാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട്, ഞാൻ യുദ്ധത്തിലുള്ളവൻ ആകൊണ്ട് എനിക്ക് വേണ്ടി ഒരു പടച്ചട്ട അണിയിക്കാൻ ദൈവം ഒരുക്കുന്നുണ്ട്. അത് പാകമാവുമ്പോൾ ഞാൻ അണിഞ്ഞോളാം. ഇതിപ്പോ ആരോ ഇട്ട് തോറ്റുപോലൊരു പടച്ചട്ട. പടച്ചട്ട വേണ്ട, അല്ലാതെ യുദ്ധം ചെയ്തോളാം. പടച്ചട്ട ഇട്ട മല്ലന്മാര് നിൽക്കുന്നതിന്റെ ഇടയിലോട്ട് പടച്ചട്ട അണിയാത്ത ഒരു അഭിഷക്തൻ കയറി. തോട്ടിൽ നിന്ന് കല്ലൊക്കെ എടുത്തോണ്ടാ ചെന്നേ. തോട്ടിൽ നിന്ന് കല്ലെടുത്തോണ്ട് ചെന്നപ്പോ മല്ലം തുടങ്ങി പോയി. എന്തിനു വന്നാ? കല്ലും കൊണ്ടൊക്കെ എന്തിനു വന്നാ? ഞാൻ നായാണോ എന്നെ അറിയാം? ഞാൻ ആ ഭാഗം ഇരുന്നത് ചിന്തിച്ചു, ഞാൻ നായാണോ നീ അറിയാം? ഇപ്പൊ നിന്റെ വലിപ്പം അറിയാതല്ല ഞാൻ ആയുധം എടുത്തത്. അപ്പം എന്റെ വലിപ്പം അറിയാത്തത് കൊണ്ട് ആയുധം ഉള്ളത് എടുത്തതാണെന്നാ? ഇല്ല, അഭിഷേകം ഉള്ളവന് ആയുധം ചെറുതെങ്കിലും എറിഞ്ഞു വീഴ്ത്തി വാളുകൊണ്ട് വെട്ടി തല ദാവീദിന്റെ കയ്യിൽ ഇതിങ്ങനെ പിടിച്ചോണ്ട് നിന്നപ്പം ശൗൽ ഇറങ്ങി വന്നു. ശൗൽ ഇറങ്ങി വരാനും കാരണമുണ്ട്. എന്നെ പിന്നെ എനിക്കും പോണോ എന്ന് വാശി പിടിച്ച് ഒരുത്തം പടച്ചട്ട ഇടാതെ വന്നിട്ടുണ്ട്. എന്തായി എന്നറിയാനാ? നീ എന്തായി എന്നറിയാൻ നോക്കുന്നവരുണ്ട് കേട്ടോ. നീ എന്തായി എന്നറിയാന് പടച്ചട്ട ഇല്ലാതെ, അവൻ ഇട്ടതുപോലെ ഒന്നും ഇടാതെ, അവൻ അണിഞ്ഞതൊന്നും ഇടാതെ, അവർക്കുള്ള ആവരണം ഇല്ലാതെ നീ വന്നിട്ടുണ്ട്. നിനക്ക് എന്തു ഭവിക്കുമെന്നറിയാൻ നോക്കിയിരിക്കുക. ഇവൻ എന്തു ഭവിച്ചു കാണും എന്ന് നോക്കി നിൽക്കാൻ വന്ന ശൗല് കണ്ടത് ഗോലിയാത്തിന്റെ തല ദാവീദിന്റെ കയ്യിലിരിക്കുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ 40 ദിവസം നിന്ദിച്ചുകൊണ്ടിരുന്ന നിന്ന പടച്ചട്ടയിട്ടവരല്ല, അഭിഷേകമുള്ളവൻ കൊയ്തു. അപ്പൊ ഇത് കണ്ടോണ്ട് ശൗല് വരിക.
അപ്പം അബ്നേറിനോട് ശൗല് ചോദിക്കുന്നു, ഇത് ആരുടെ മോനാ? അപ്പൊ അന്ന് വെപ്രാളത്തിന് യുദ്ധത്തിന് ഓടുന്ന ഓട്ടമായതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. പടയ്ക്ക് പുറപ്പെട്ടു വന്ന് ഗോലിയാത്തിന്റെ തല കൊയ്യുന്നത് കണ്ടപ്പോ ഇവൻ ഏതാണ്ട് യുദ്ധം അഭ്യസിച്ച് ശീലമുള്ളവനാണെന്നാണ് കരുതിയത്. ഇവൻ ഏതാണ്ട് വാളുകൊണ്ട് വെട്ടി ശീലമുള്ളവനാണെന്നാണ് ചിന്തിച്ചത്. ശൗരി ചിന്തിക്കുന്നു, അതിന് വാളില്ലായിരുന്നു. കൊട്ടാരത്തിൽ ഇവൻ വന്നപ്പോ വാളില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് തല കൊയ്തത്? വാള് കൈ പിടിച്ചോണ്ട് 40 ദിവസം നിൽക്കാൻ അഭിഷേകം ഇല്ലാത്തവനെ കൊണ്ട് പറ്റും. പക്ഷെ അഭിഷേകമുള്ളവൻ ഒരു തവണ പാളയത്തിൽ ഇറങ്ങിയ 40 ദിവസം കൊണ്ട് അഭിഷേകമില്ലാത്തവൻ പണച്ചട്ട ഇട്ടുകൊണ്ട് വെല്ലുവിളി കേൾക്കുകയാ. അഭിഷേകമുള്ളവൻ വെല്ലുവിളി കേൾക്കുകയല്ല, വെല്ലുവിളി കേൾക്കുന്ന ശക്തിയെ അടിച്ചോടിക്കുക. തല കൊയ്തുകൊണ്ട് വന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ വലിയ പടച്ചട്ടയും അണിഞ്ഞ പടനായകനുമല്ല, ഞാൻ നിന്റെ ദാസൻ ഇക്ഷായിയുടെ മകനാണ്. ഇങ്ങനെ ഫെലിസ്ത്യരെ ഒതുക്കി ഗോലിയാത്ത് വീണത് കണ്ടപ്പോ ഒപ്പം ഉണ്ടായിരുന്ന മുഴുവൻ പടയാളികളും ഓടിക്കളഞ്ഞു. അവരെ പിന്തുടർന്നു. ഈ ഫെലിസ്ത്യരുടെ മേലുള്ള വിജയം ജനത്തിന്റെ ഇടയിൽ പാളയത്തിനകത്ത് വന്നു. നമ്മൾ പറഞ്ഞല്ലോ, പാളയത്തിനകത്ത് വെറുതെ പാട്ട് വരുന്നില്ല. പാളയത്തിൽ വെറുതെ പാട്ട് വരുത്തില്ല. 40 ദിവസം നിന്നയായിരുന്നു, 40 ദിവസം വാദിക്കുകയായിരുന്നു. 41ാമത്തെ ദിവസം അഭിഷേകമുള്ള പാളയത്തിൽ കയറി. പിന്നെ അവിടെ നിന്നയില്ല, പിന്നെ പാട്ടേ ഉള്ളൂ. അഭിഷേകമുള്ളവൻ പാളയത്തിൽ കയറിയാൽ നിന്നയില്ല, ദൂഷിയില്ല, പരിഹാസമില്ല, പിന്നെ അവിടെ പാട്ടേ ഉള്ളൂ. അഭിഷേകമുള്ളവൻ പാളയത്തിൽ കയറിയാൽ അപമാനങ്ങളില്ല, വെല്ലുവിളിയില്ല, പിന്നെ പാട്ടേ ഉള്ളൂ. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഈ പാട്ട് ഇസ്രായേലിലെ സ്ത്രീകൾ പാടി വരുന്നത് ശൗല് കേട്ടിട്ട് ശൗലിന് കോപമാണ്. അപ്പൊ പാട്ട് പാടിയാൽ എന്ത് വരും? കോപം വരും, 100% കോപം വരും. പാട്ടിനകത്തും എനിക്കൊരു ഇരുത്തം വന്നു കണ്ടാൽ പിന്നെ കോപമാണ്. 2 വരിയേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് എന്റെ പേര് താങ്ങുന്നു. എനിക്ക് 1000 തന്നുള്ളൂ, ദാവീദിന് 10,000 കൊടുത്തു. അതുകൊണ്ട് ഒരു ഇരുത്തം. അത് ഇന്നലെ പാടിയ പാട്ടിനകത്ത് എനിക്കൊരു ഇരുത്തം വന്നിട്ടുണ്ട്. ശരിയാ, എന്നെ താഴ്ത്തിയാ പാടിയത്, കോപം വന്നു. ഈ കോപത്തോടൊപ്പം പാടിയ പാട്ടിന്റെ വരി ശൗലിന് അനുഷ്ഠമാണ്, ഇഷ്ടപ്പെട്ടില്ല. ഈ പാട്ട് കേട്ട് തുടങ്ങിയപ്പോ ദാവീദിനോട് ശൗലിന് കണ്ണുകടി തുടങ്ങി. മകന്റെ കൂട്ടുകാരനാക്കി ചുമതല ഏൽപ്പിച്ചു. പക്ഷെ അതിനെ പ്രതി ഒരു പാട്ട് ഉയർന്നു വന്നപ്പോൾ അവന് കോപം തിരിച്ചു. നീ തലവനായിരുന്നപ്പോ ഒരു നിന്ന നീങ്ങിപ്പോയെന്ന് കേട്ടിട്ട് തപ്പെടുക്കാൻ ശൗലേ നിനക്കെന്താ നിയോഗമില്ലാത്തത്? സഭയ്ക്കകത്ത് ഒരു നിന്ന മാറുമ്പോൾ, സഭയ്ക്കകത്ത് ഒരു പ്രതിസന്ധി മാറുമ്പോൾ പാടുന്നവനൊപ്പം തപ്പെടുക്കാൻ നിനക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പാളയത്തിൽ നീ തലവനായിരിക്കുമ്പോൾ ഒരു നിന്ന നീങ്ങിയതിനെ പ്രതി ഒപ്പം തപ്പെടുക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? പാളയത്തിലെ വിജയത്തിൽ തപ്പെടുക്കണം. കോപം ജ്വലിപ്പിക്കരുത്, കോപം ജ്വലിപ്പിക്കരുത്, കോപം ജ്വലിപ്പിക്കരുത്. പാട്ട് പാടുന്നത് നിന്റെ കൂടെ ആത്മീക വർദ്ധനവിന്, പാട്ട് പാടുന്നത് നിന്റെയും കൂടെ ഉണർവിന്, പാട്ട് പാടുന്നത് നിന്റെയും കൂടെ ജയത്തിന്, നിന്റെ പേരും കൂടെ ഉള്ള നിന്നമായ
മാറ്റിയതിന്, പക്ഷെ നീ അതിനെതിരെ കോപിക്കരുത്. ഇനിയിപ്പോ രാജ്യത്തും കൂടെ എന്ത് ചെയ്യാറുള്ളൂ? കൊടുക്കാറുണ്ട്. കണ്ടോ വൈരാഗ്യങ്ങളുണ്ടോ? ഒരു പാട്ടിന്റെ ഒരു വരി വെച്ച് കൂടി പോയപ്പോഴത്തേന് ആ കിരീടം എടുത്ത് അവന്റെ തലയിലോട്ട് വെച്ചേക്കാം. ഞാനങ്ങ് ഇറങ്ങിത്തരാം. എന്റെ തല ഇരിക്കുന്ന കിരീടം എടുത്ത് അവന്റെ തലയിലോട്ട് വെച്ചോ. 40 ദിവസം വെല്ലുവിളിച്ച വെല്ലുവിളിയേക്കാൾ വലിയ ശക്തിയാണ് അകത്തിയിരിക്കുന്നത്. ഇതും ഒരു പോരാട്ടം. എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചും, എങ്ങനെയെങ്കിലും ഒന്ന് ആരാധിച്ചും, എങ്ങനെയെങ്കിലും വൈശാചിക ശക്തിയോട് പോരടിച്ചു എന്ന് വരുമ്പോ അതിനിടയ്ക്ക് വേറെ ഗോലിയാത്താണ് വലിയ പ്രതിസന്ധി നാം പാളയത്തിൽ ചിന്തിച്ചു. ഇപ്പൊ അതിനേക്കാൾ വലിയ പ്രതിസന്ധി പാളയത്തിനകത്തിരിക്കുന്ന കൊട്ടാരത്തിലോ. ഇതിപ്പോ പാട്ടിനെ പ്രതി ആയതുകൊണ്ട് ഇതിനെ എങ്ങനെ നീക്കാനാണ്? ഈ കോപം അവന്റെ മേൽ ജ്വലിച്ചപ്പോ വേഗത്തിൽ ഞാനെന്റെ വാക്കുകളോട് ഈ കോപം അവന്റെ മേൽ ഇങ്ങനെ ആവാഹിച്ചു വന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് പോയി. ഇനി കുറച്ചുകൂടെ ഗൗരവത്തെ ശ്രദ്ധിക്കണേ. വേഗത്തിൽ പാട്ട് പാടിയതിന് കൈയടിച്ചില്ലെങ്കിൽ വേണ്ട, പാട്ട് പാടിയതിന് തപ്പെടുത്തില്ലെങ്കിൽ നോ പ്രോബ്ലം, നീ മിണ്ടാതെ ഇരുന്നാ. പക്ഷെ പാട്ട് പാടിയതിനെതിരെ തിരിഞ്ഞ പാട്ട് പാടിക്കോ, എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നു. എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ മിണ്ടാതിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ മൗനമായിരുന്നു. സങ്കീർത്തനം വായിച്ചത് ഇഷ്ടപ്പെട്ടില്ല, നീ മൗനമായിരുന്നോ? പ്രതികരിക്കണ്ട. നീ മൗനമായിരുന്നോ? പാട്ട് പാളയത്തിൽ മുഴങ്ങി. സ്ത്രീകളാ പാടിയത്. ഇസ്രായേലിലെ സ്ത്രീകൾ അവർ കേട്ട നിന്നെ മാറിയതിനെ പ്രതി തപ്പെടുത്തത്. നീ വിടരുത്. ഈ പാട്ട് നിർത്തിക്കാൻ നീ തുനിയരുത്. നീ പാടിയില്ലെങ്കിൽ വേണ്ട. നിനക്കൊരു സിംഹാസനം ഉണ്ടല്ലോ, നിനക്കൊരു സിംഹാസനം തന്നിട്ടുണ്ടല്ലോ, അതിന് നീ പാട്ട് കൊള്ളാക്കരുത്. നിനക്കൊരു സിംഹാസനം ദൈവം തന്നിട്ടില്ല, നിനക്കൊരു ദൗത്യ ദൈവം തന്നിട്ടില്ല. നീ അതിരിക്കാൻ. പക്ഷേ നീ സിംഹാസനത്തിൽ ഇരുന്നതേ ഉള്ളൂ, നീ അരുളിയതേ ഉള്ളൂ. പോരാടിയവർക്കറിയാം പാട്ട് പാടാൻ. പോരാടിയവർക്കേ പാട്ട് വരുത്തുള്ളൂ. പോരാട്ടത്തിനിടയിൽ അരുളിക്കൊണ്ടിരുന്നവനും പോരാട്ടത്തിൽ സിംഹാസനത്തിൽ ഇരുന്നവനും പാട്ട് വരികയല്ല. പോരാടിക്കോ ഉത്തരവിടുക. പക്ഷെ പോരാടിയത് പാളയത്തിനകത്തു നിന്നവനോ കൊട്ടാരത്തിനകത്ത് ഇരുന്ന് ഓർഡർ ഇട്ടവരല്ല പാട്ട് വരുന്നത്. 40 ദിവസം എങ്ങനെ ജയിക്കും, എങ്ങനെ പൊരുതും, ഇതെങ്ങനെ അക്കരെ കടക്കും എന്ന് ചിന്തിച്ചവരാണ് പാട്ട് വരുന്നത്. നീ കൂടെ പാടിയില്ലെങ്കിൽ വേണ്ട, നീ ചാൻസ് ഒപ്പം ചേർന്ന് നിന്ന് പാടിയില്ലെങ്കിൽ വേണ്ട, നീ തപ്പെടുത്തില്ലെങ്കിൽ വേണ്ട, ഈ പാട്ടിനെ നീ ഗുണമാക്കരുത്. പക്ഷെ ഈ പാട്ടിനെ പ്രതി ശൗൽ കോപാകുലനാണ്. അവന്റെ പേര് കോപം വന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് പോയി. ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനമുള്ള ശുശ്രൂഷയ്ക്കെതിരെ എപ്പോൾ നീ നാവ് ഉയർത്തിയാലും ദൈവം നിന്റെ മേൽ തന്നിരുന്ന അഭിഷേകത്തിലൂടെ ആത്മാവിനാൽ പാളയത്തിനകത്ത് ജ്വലിച്ച പാട്ടിനെതിരെ ശൗല് തിരിഞ്ഞപ്പോൾ അവന്റെ പേരുണ്ടായിരുന്ന ചിന്തിച്ചാൽ മതി. പാട്ട് പാടുമ്പോൾ തർക്കിക്കുന്നതും സങ്കീർത്തനമായ ചൊല്ലുമ്പോൾ തടങ്കൽ ഇടുന്നതും ആത്മീക ശുശ്രൂഷയ്ക്ക് വേലിക്കെട്ട് വെക്കുന്നതിന്റെയും ഇടയിൽ ആത്മാവ് പോവാനായെന്ന് ലക്ഷണം. ആത്മീക ശുശ്രൂഷയ്ക്ക് വേലിക്കെട്ടുണ്ടാക്കുന്നവന്റെ എല്ലാം ആത്മാവിന്റെ ശക്തി പോകും. ആത്മനിയന്ത്രണത്താൽ ആ പാളയത്തിൽ പാട്ട് വന്നത് അതിനെ തടുത്ത ശൗലിന്റെ മേളിൽ നിന്ന് ആത്മാവ് പോയി. ആത്മാവ് പോയത് സഹിക്കാൻ വന്ന് ഇരുന്നിട്ടൊക്കെ പോവുകയുള്ളല്ലോ.
ആത്മാവ് പോയതിനു ശേഷം വന്ന് ഇരുന്നിട്ട് അങ്ങ് പോക്കോളൂ. ഗുണവുമില്ല ദോഷവുമില്ല. വന്നിരുന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ അതുപോലെ പോക്കോളൂ. പക്ഷെ അതിനേക്കാൾ വലിയ അപകടം എപ്പോ ആത്മാവ് പോയോ അപ്പോൾ ദൈവത്തിന്റെ പക്കൽ നിന്നൊരു ദുരാത്മാവിന്റെ. ആത്മാവ് പോയവനെ സഹിക്കുന്നതിനേക്കാൾ പാടാണ് ദുരാത്മാവ് കേറിയവനെ സഹിക്കുന്നത്. ആത്മാവില്ലാത്തവൻ ഇങ്ങനെ സ്വതന്ത്രം പറയുമ്പോൾ എല്ലാവരും മുഖമായി ഇരിക്കത്തേ ഉള്ളൂ, ദോഷമൊന്നും ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. പക്ഷെ ദുരാത്മാവ് ദൈവത്തിന്റെ പക്കൽ നിന്ന് ശൗലിന്റെ മേളിൽ ഒരു ദുരാത്മാവ് വന്നു. അവൻ അരവനയിൽ പാട്ടുപാടിയതല്ല നമ്മൾ വായിക്കുന്നത്. അവൻ സങ്കീർത്തനം വായിച്ചു എന്നാണ് എഴുതിയത്. അല്ല, അവൻ അരവനയിൽ ഉറഞ്ഞുകൊണ്ടിരുന്നു. ഇനി എപ്പോൾ ശൗലിന്റെ മേൽ ദുരാത്മാവ് വന്നോ, മുമ്പൊക്കെ യുദ്ധം നടക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒന്നുമില്ലേ ഒരു ചെറിയ തമ്മേറെങ്കിലും ആളുടെ കയ്യിലുണ്ടായിരുന്നു, ശൗലിന്റെ കയ്യിലുണ്ടായിരുന്നു, ചുമ്മാ എങ്കിലും ഒന്ന് കൊട്ടുമായിരുന്നു. ആത്മാവുള്ള സമയത്താണ് വെറുതെ തമ്മേറിരിക്കും ഒന്ന് കൊട്ടാ പാട്ടിനൊപ്പം. ദുരാത്മാവ് എപ്പോൾ ശൗലിന്റെ മേൽ വന്നോ അപ്പോൾ അവൻ തമ്പേർ മാറ്റി ഒരു കുന്ത കയ്യിലെടുത്തു. അപ്പോഴും ആരുടെ മേൽ ആത്മാവുണ്ട്? ദാവീദിന്റെ മേൽ ആത്മാവുണ്ട്. രണ്ട് തട്ട പാളയത്തിനകത്ത് രണ്ടു കൂട്ടരുണ്ട്. ഒന്ന് ആത്മാവ് പോയിട്ട് ദുരാത്മാവ് വന്നത്, സ്ഥിരമായി ആത്മാവ് വസിക്കുന്ന രണ്ടു കൂട്ടർ. ദുരാത്മാവ് വെറുതെ വന്ന് കയറിയതല്ല, ഇവനായിട്ട് കയറ്റിയതാണ്. ദുരാത്മാവ് ഇവനായിട്ട് കേറിക്കോ കേറിക്കോ, എന്റെ ശരീരത്തോട് കേറിക്കോ. ആരാധനയ്ക്കകത്ത് നീ അലംഭാവം കാട്ടുമ്പോ നീ നിന്ദിക്കുന്നത് അഭിഷക്തരെയല്ല, ആരാധനയല്ല, ദുരാത്മാവിനെ നീ വിളിച്ചു കയറ്റുക. അപ്പൊ ഇവന്റെ കയ്യിൽ ഒരു കുന്തം എടുത്തു. ശൗലിന്റെ മേൽ നിന്ന് ആത്മാവ് പോയിട്ട് ദുരാത്മാവ് കയറിയപ്പോ അവനൊരു കുന്തം എടുത്തു. അപ്പോഴും ദാവീദിന്റെ മേൽ എന്തോ ഉണ്ട്, ആത്മാവ്. അവൻ അപ്പോഴും കിന്നരം പാടിക്കൊണ്ടിരിക്കുക. രണ്ട് തട്ട് കുടിച്ചു വെച്ചോണം. ദുരാത്മാവുള്ളവന്റെ മേൽ എന്തോ കാണും, കുന്തം കാണും. ആത്മാവുള്ളവന്റെ മേൽ എന്തോ കാണും, കിന്നരം കാണും. കുന്തം കൊണ്ട് ആരാധിക്കാൻ പറ്റുമോ? കുന്തം കൊണ്ട് സ്തോത്രഗീതം പാടാൻ പോവോ? ആത്മാവുള്ളവന് ആരാധനയാണ് മുഖ്യം. ആത്മാവുള്ളവന് അന്യഭാഷയിലുള്ള ആരാധനയാണ് മുഖ്യം. ആത്മാവുള്ളവന് വചനഗാനമാണ് മുഖ്യം. അവന് സ്തോത്രഗീതമാണ് മുഖ്യം. അതുകൊണ്ടാണ് തമ്പുരുവും വീണത്. ആരാധന മുഖ്യമായതുകൊണ്ട് ആത്മാവുള്ളവന് പാട്ട് കേൾക്കുമ്പം കിന്നരവും തമ്പുരും ഒക്കെ എടുത്ത് വീട്ടാക്കും. ആത്മാവ് പോയവന് ആരാധന മുഖ്യമല്ല. ആത്മാവ് പോയവന് പ്രാർത്ഥന മുഖ്യമല്ല. അവൻ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. കുന്തം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കുന്തം കൊണ്ട് ആകെ പറ്റുന്നത് പ്രാർത്ഥിക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് കുത്താം. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്താം. അതിനെ ഉള്ളൂ. ഇങ്ങനെ ദുരാത്മാവ് ബാധിച്ച് ശൗൽ ഉറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശൗല് 3 പ്രാവശ്യം, 3 അല്ല 2 അല്ല 5 അല്ല പല ആവർത്തി വേദപണ്ഡിതന്മാര് പറയും, അവരെ ചുവരിനോട് ചേർത്ത് വെച്ച് കുത്താൻ നോക്കി. ആത്മാവുള്ളവൻ ഒഴിഞ്ഞു മാറി. അർത്ഥം ദുരാത്മാവ് ബാധിച്ചവന്റെ മേൽ വരുന്ന കുത്തും വാക്ക് നീ ഒഴിഞ്ഞു മാറി കൊടുക്കേ ഉള്ളൂ. ഒഴിഞ്ഞു മാറി. പലയാവർത്തി കുത്താൻ നോക്കിയപ്പോ ശൗലിന് തന്നെ മനസ്സിലായി ഇവന്റെ കൂടെ ആരുണ്ട്, യഹോവയാണ്. ഇവന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഇവന്റെ അകത്ത് ആത്മാ
ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സേവകനോട് പറഞ്ഞു, ഇവനെ വല്ല സഹസ്രാധിപനായിട്ടോ ജനത്തിന്റെ നായകനായിട്ടോ എങ്ങോട്ടേലും ഒരു സ്ഥാനം കൊടുത്തങ്ങ് മാറ്റ്, എന്റെ മുമ്പിൽ നിന്ന് മാറ്റ്. ഇവൻ എന്റെ കൂടെ നിന്ന് എനിക്ക് കുത്താൻ പോകും. അതിനർത്ഥം നിന്നെ കുത്താൻ വരുന്ന ശക്തിക്കും നിന്റെ അകത്ത് വസിക്കുന്ന ആത്മാവിന്റെ ശക്തി എന്ന്. ഇവരൊരു ദൈവത്തിന്റെ അഭിഷക്തനാണ്, ഇവൻ ദൈവത്തിന്റെ ആത്മാവുള്ളവനാണ്. ഇവരെ എന്റെ അടുത്തുനിന്ന് മാറ്റാൻ എന്റെ അടുത്തുനിന്ന് മാറ്റാം. അപ്പൊ ഓർത്തോളം, നിന്നെ വെല്ലുവിളിക്കുന്ന ശക്തിക്കും നിന്റെ മേലുള്ള ആത്മാവ് ഏതാണെന്നറിയണം. നിന്റെ മേൽ ആ ആത്മാവ് ഉള്ളോണ്ടാ പോരാട്ടം. പോരാട്ടം എന്തുകൊണ്ടാ? നിന്റെ പേര് ആ ആത്മാവ് ഒഴിഞ്ഞു മാറി. ദാവീദിന്റെ മേളിൽ എന്തായി പോരാട്ടം? ഈ പാളയത്തിനകത്ത് വന്ന് കേറിയപ്പോ തൊട്ട് ദാവീദിന് മാത്രം പോരാട്ടം. അതുകൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് രാത്രി അവസാനിക്കും. ശൗൽ ഗോലിയാത്തിന്റെ അടുത്തേക്ക് ദാവീദിനെ വിടുന്നതിന് തൊട്ടു മുൻപ് ദാവീദിനോട് ഒരു വാചകം പറഞ്ഞു. അവൻ യോദ്ധാവാണ്, അവൻ ബാല്യം മുതൽ യുദ്ധസേവ ചെയ്ത് ശീലമുള്ളവനാണ്. നീ ബാലനാണ്, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാൻ പറ്റില്ല. വാള് പയറ്റുന്ന പിടിയും വെട്ടേണ്ട രീതിയൊന്നും നിനക്ക് അറിയത്തില്ല. അതുകൊണ്ട് നീ ചെന്നിട്ട് കാര്യമില്ല. അപ്പൊ ദാവീദിന് ചിലത് പറയാനുണ്ട്. എന്തുകൊണ്ടാ പോരാട്ടം? ദാവീദിന് ചിലത് പറയാനുണ്ട്. യജമാനനെ, പണ്ട് ഞാൻ കാട്ടിലായിരുന്ന കാലത്ത് ഒരിക്കൽ എന്റെ ആടുകൾക്ക് നേരെ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു. അതെന്റെ ആടുകൾക്ക് നേരെയാ വന്നത്. എന്റെ ആടുകൾക്ക് നേരെ വന്നിട്ട് എന്റെ ഒരാടിനെ കേറി പിടിച്ചു. എന്റെ അപ്പന്റെ ആടുകളായി. വൈകുന്നേരം ഞാൻ വീട്ടിലെത്തിക്കുമ്പോ എന്റെ അപ്പൻ എണ്ണി നോക്കുമ്പോ മുറിവുണ്ടോ എന്ന് നോക്കും. എനിക്ക് കണക്ക് ബോധിപ്പിക്കണം. അതുകൊണ്ട് എന്റെ ആടിന്റെ പകുതി മാംസത്തിന്റെ പിടി ഈ സിംഹത്തിന്റെ വായിലേക്ക് കേറാൻ തുടങ്ങിയപ്പോ ഞാൻ ആ സിംഹത്തെ അടിച്ചു. ഞാൻ സിംഹത്തെ അടിച്ചു എന്ന് സിംഹത്തിന് ബോധ്യം വന്നപ്പോ അത് ആടിനെ വിട്ടിട്ട് എന്റെ നേർക്ക് വന്നു. എന്തുകൊണ്ടാണ് എനിക്ക് പോരാട്ടം? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പൈസാചിക ശക്തിയുടെ ഇടപെടൽ? പകുതി സിംഹത്തിന്റെ വായിക്കകത്തിരിക്കുക. സിംഹത്തിന്റെ വായിക്കകത്തിരിക്കുമ്പോ അപ്പന്റെ ആടുകളാണെന്ന് കണ്ട് ഞാൻ അതിനെ അടിച്ചിട്ട് എന്റെ നേർക്ക് തിരിഞ്ഞിട്ടും എന്റെ ആടിൽ നിന്നത് പിടിവിട്ടില്ല. ഞാൻ അതിന്റെ പിന്നാലെ ഓടി. ഞാൻ ഇതിനെതിരെ തിരിഞ്ഞാൽ എനിക്ക് നേരെയാണ് പോരാട്ടം എന്ന് എനിക്കറിയാം. ഇതിനെതിരെ ഞാൻ ശക്തമായി പൊരുതിയാൽ എനിക്കെതിരെ പോരാട്ടം വരുമെന്ന് എനിക്കറിയാം. എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത് പലതും, എനിക്ക് തിരിച്ചു കൊടുക്കേണ്ട പലതും, എന്റെ അവകാശങ്ങൾ പെട്ടത് പലതും പകുതി സിംഹത്തിന്റെ വായില. ഞാൻ അതിന്റെ പുറകെ ചെന്നു. എന്നിട്ട് എന്റെ ആടുകളെ ഞാൻ തിരിച്ചെന്റെ അപ്പനെ ഏൽപ്പിക്കുമ്പോ അപ്പൻ തലോടി നോക്കും കേടുപാടുണ്ടോന്ന്. അതെനിക്ക് നന്നായി അറിയാം. ഒരു മുറിവ് ആടുണ്ടായാൽ പിന്നെ അപ്പൻ എന്നെ ശരിയാക്കും. അതുകൊണ്ട് ഈ സിംഹത്തിന്റെ വായിലേക്ക് എന്റെ ആടുകളുടെ മാംസം പോയപ്പോൾ ആ കൂർത്ത മുനയിൽ ഏതെങ്കിലും ഒന്ന് ആ ആടിന്റെ മാംസത്തെ കൊണ്ട് കീറുന്നതിന് മുൻപ് ഞാൻ അതിനെ വലിച്ചു കീറി.
അംശത്തിലെങ്കിലും അതിന്റെ മൊന കൊണ്ട് കേറിയെങ്കിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കണം. ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത് കേടുപാട് കൂടാതെ തിരികെ തരാന്ന് പറഞ്ഞ ആ അവകാശത്തിന്റെ മേൽ കൂർത്ത മൊന കേറുന്നതിന് മുമ്പ് നിന്റെ മേൽ ഫലമേൽപ്പിച്ചതിന്റെ അകത്ത് കൂർത്ത മൊന കേറുന്നതിന് മുമ്പ് പോരാട്ടം എനിക്കുണ്ടെന്ന് എനിക്ക് പോരാട്ടം ഉണ്ടെന്ന് എനിക്കറിയാം. അതിനുള്ള കാരണം ഞാൻ ചിലതിനെ രക്ഷിച്ചെടുക്കാൻ പ്രാപ്തനായതാണ്. ഒരാൾ മതി പ്രാർത്ഥിക്കാൻ, ഒരാൾ മതി ജാഗരിക്കാൻ, ഒരാൾ ഇടതിൽ നിന്നാൽ മുഴുവൻ പേരെ രക്ഷ അതിൽ ഉപയുക്തമാണ്. ഒരു ദാവീദിനാൽ മുഴുവൻ ആളുകളുടെയും രക്ഷ ഉപയുക്തമാണെന്ന് അറിയാവുന്നത്. എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ അവകാശം പോകുന്നത് നോക്കി പുറകെ ചെല്ലുന്നുള്ളൂ. എനിക്ക് മാത്രം എന്താ പ്രതിസന്ധി? വിഴുങ്ങാൻ പോകുന്നതിന്റെയും പൂത്തു നിൽക്കുന്നതിന്റെയും പറച്ചു കയറാൻ പോകുന്നതിന്റെ ഇടയിൽ നിന്നൊരു രക്ഷ നേടിപ്പെടുത്താൻ ഇതിപ്പം ഗോലിയാത്തിനെ പോലെ മുൻപിൽ നിൽക്കുവല്ല യജമാനന്റെ സിംഹം. അങ്ങനെ ഒരു അർത്ഥങ്ങളുണ്ട്. വന്നാട്ടെ, ഞാനൊന്ന് കടിച്ച് കീറട്ടെ. ഗോലിയാത്ത് പറയും ഞാനത് ശരിയാക്കാം, ഇനി വാങ്ങുന്നത്. അങ്ങനെ സിംഹം പറയുമോ? സിംഹം പതിയായിരിക്കുന്ന പതിഞ്ഞ് ഗോലിയാത്തിനെ എനിക്ക് എന്ത് ചെയ്യാം? നേരിൽ കാണാം. അവന്റെ ആയുധങ്ങൾ എനിക്ക് നേരിൽ കാണാം. അവന്റെ കപ്പാസിറ്റി എനിക്ക് നേരിൽ കാണാം. പക്ഷെ ആളുകളെ വഹിച്ചുകൊണ്ട് കാട്ടിൽ കൂടെ പോകുന്ന എനിക്ക് സിംഹം ഏതുവഴി വരുമെന്ന് അറിയാം. എനിക്ക് കാണാൻ പറ്റാത്ത പരുവത്തിൽ വന്ന പൈശാചിക ശക്തിയെ മനത്തിയടിച്ച് രക്ഷിക്കാൻ വീണ്ടും സഹോദരന്മാരോട് പറഞ്ഞാണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് കണ്ട് ആടിനെ തന്നു വിട്ടപ്പോ ഇതേതാണ്ട് ചെറിയ വിഷയമാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഇതേതാണ്ട് ചെറിയ വിഷയമാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? എന്റെ മേലുള്ള അഭിഷേകം ചിലതിനെ കീറിക്കളയാനും എന്റെ മേലുള്ള അഭിഷേകം ചിലതിനെ നശിപ്പിക്കാനുള്ളതാണ്. ആടിനെ നിങ്ങൾ തന്നുവിട്ടപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് സുരക്ഷിതമായി എത്തിയപ്പോൾ നിങ്ങൾ എത്രമാത്രം അതിന് പടവരുതി എന്ന് കണ്ടോ? അങ്ങനെ ഒരു രക്ഷ യഹോവ അന്ന് എനിക്ക് തന്നത്. നിന്റെ മേലുള്ള അഭിഷേകം കൊണ്ട് നീ ചെയ്തെടുത്ത പോരാട്ടങ്ങൾ നാളെ നിന്നെ പാളയത്തിനകത്ത് നിർത്തുമാറാകട്ടെ. ആരും കാണാതെ കാട്ടിലും വീട്ടിലും നീ വലിച്ചു കീറിയ പൈശാചിക ശക്തിയുടെ വരാം. നിന്റെ മുറിക്കകത്ത് കാട്ടിലും വീട്ടിലും ആരും കാണാതെ നീ പൊരുതിയ പൊരുതലിന്റെ പടച്ചട്ട ഇട്ടതിന് വലിയ പോരാട്ടമില്ല. അവന് പൊരുതിയില്ലെങ്കിൽ ഒരെണ്ണം വെറുതെ കൊടുക്കും. പക്ഷെ അഭിഷേകം ഉള്ളവന്റെ മേൽ അവിടെ ആവരണം. അവൻ വെറുതെ അണിയുന്നതല്ല. എന്ന് ഞാൻ അഭിഷേകം ആവരണമായി ധരിച്ചോ അന്ന് മുതൽ പോരാട്ടത്തിലാണ്.
എന്റെ പേര് അഭിഷേകം ഉള്ളതുകൊണ്ട്. ഇത് ആടിനെ നോക്കുന്നത് നിസാരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? എന്നും കൃത്യകണക്ക് കൃത്യമായി പറഞ്ഞ് അപ്പനെ ഏൽപ്പിക്കുന്നത് ചുമ്മാ ചുരുങ്ങിയ എന്തെങ്കിലും വിഷയമാണെന്ന് കരുതിയോ? ഇതിനെ ഇങ്ങനെ കാത്തു പോറ്റിക്കൊണ്ട് പോകാൻ എത്രമാത്രം പാടാൻ ഞാൻ വെട്ടിയെന്നോ? ഒരാരാധന കിട്ടുന്നത്, ഒരു പ്രാർത്ഥന കിട്ടുന്നത്, ഒരു ഉപവാസം കിട്ടുന്നത്, ഒരു ആത്മീയ സന്തോഷം കിട്ടുന്നത് വെറുതെ അല്ല, എത്രമാത്രം പൊരുതിയ. കാട്ടിൽ വലിച്ചു കീറിയത് എല്ലാരും കാണെ തല കൊയ്യാനാണ്. പാളയത്തിൽ വെറുതെ എന്ത് ചെയ്യത്തില്ല, പാട്ട് വരില്ല. പാളയത്തിൽ പാട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഒരു കാരണവുമില്ലാതെ പാളയത്തിൽ പാട്ട് വരത്തില്ല. ഈ പാളയത്തിനകത്ത് പാട്ട് വരട്ടെ. പൊരുതി നിൽക്കുന്നവന് തപ്പെടുക്കാം അധികം താമസിയാതെ. പടച്ചട്ടയിട്ടവരല്ല, അഭിഷേകമുള്ളവന്. വിശാലിന്റെ വാക്കു കേട്ട് നീ പടക്കി നിൽക്കല്ലേ, നിന്നുപോകും. വീണ്ടും ആവർത്തിക്കുക, നിന്നുപോകും. ഗോലിയാത്ത് പറഞ്ഞത് കേട്ടും ശ്രമിച്ചും നിന്ന് പടങ്ങി നിന്നത് കൊണ്ട് നിന്നത് 40 ദിവസം. 1, 2, 3, 4 ഉപവാസ പ്രാർത്ഥന കൊണ്ട്, പോരാട്ടം കൊണ്ട്, ആരാധന കൊണ്ട് അവസാനിക്കേണ്ട വൈശാചിക ശക്തി 40 വാഴുന്നതിന്റെ കാരണം നീ ആരെ പ്രതിയാണ് പാളയത്തിരിക്കുന്നത്? നമ്മുടെ പാളയത്തിൽ പാട്ട് ഉയരട്ടെ, നമ്മുടെ പാട്ട് പാളയത്തിൽ മുഴങ്ങി കേൾക്കട്ടെ. തപ്പെടുക്കാനുള്ള ഒരു അവസരം ഈ പാളയത്തിൽ ഉണ്ടാകട്ടെ. ആ നിലയിൽ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പകലും രാത്രിയും ദൈവവചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ചു. ഇങ്ങനെ ആ ഒരു അവസരം ഒരിക്കൽ കൂടെ ഒരുക്കി തന്ന കർത്തും കൃത്യനും സഭയ്ക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ സഭയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ദൈവം ധന്യകരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഓർക്കുമ്പോഴെല്ലാം എന്നെ കൂടെ വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി